നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും ചേർന്നുണ്ടാക്കുന്ന കരാറിൽ, അവർ രൂപപ്പെടുത്തുന്ന കരാറിൽ ഇറാൻ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇറാനെ തീർത്തു കളയുമെന്നുള്ള ഭീഷണിയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായത്. അതിന്റെ ഭാഗമായാണ് ഇറാനെതിരെ അവർ യുദ്ധം നടത്തിയത്, ഇറാനിലെ സാധാരണക്കാരെ കൊന്നുകളഞ്ഞത്. തിരിച്ചടി ശക്തമായപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ട്രംപ് തലയൂരി. ട്രംപ് അനുവദിക്കുകയാണെങ്കിൽ ഇറാനെ ഇനിയും ആക്രമിക്കും എന്നൊക്കെ ഇസ്രായേൽ വീമ്പ് പറയുന്നുണ്ട്. അത് വെറും വീമ്പാണ് എന്ന കാര്യവും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനസ്സിലായി. അതായത് ടെഹ്റാനിൽ ഒരു സ്ഫോടനമുണ്ടായി, അപായ സൈറൻ മുഴങ്ങി. ആദ്യം പ്രതികരിച്ചത് ടെഹ്റാനല്ല, ഇറാനല്ല, ഇസ്രായേലാണ്. അതായത് ഞങ്ങൾ എവിടെയും ഒന്നും പൊട്ടിച്ചിട്ടില്ല എന്ന് ഇസ്രായേലിന് പറയേണ്ടി വന്നു. അവരാണ് പൊട്ടിച്ചത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഇറാൻ ഇവിടെ കൃത്യമായി അത് മനസ്സിലാക്കിയാൽ തിരിച്ചടി താങ്ങാനാകില്ല എന്ന കാര്യം ഇസ്രായേലിന് നന്നായി അറിയാം. തലയൂരുന്നതിന് വേണ്ടി ഇനി പെട്ടെന്ന് ഒരു പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ വളരെ കൃത്യമായി തന്നെ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങളല്ല ഇറാനിൽ സ്ഫോടനം നടത്തിയത്, അത് മറ്റെന്തോ കാരണം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ തടിയൂരി. എന്തായാലും അത് ഇറാനിൽ ഉണ്ടായിട്ടുള്ള എന്തോ പ്രശ്നമാണ് എന്നുള്ള കാര്യം പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ മൊത്തത്തിൽ തിരിഞ്ഞിരിക്കുകയാണ്. അതായത് അമേരിക്കയും ഇസ്രായേലും ഇറാന് വഴങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇറാൻ പറയും അത് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും കേൾക്കേണ്ടി വരും. ഇറാനും അതുപോലെ തന്നെ ചൈനയും റഷ്യയും ചേർന്നുണ്ടാക്കുന്ന കരാറിൽ അമേരിക്ക ഒപ്പുവെക്കണം, വഴങ്ങണം. ആ കരാറിൽ ഏറ്റവും പ്രധാനമായും പറയാൻ പോകുന്ന ഒരു കാര്യം, ഇനി ആരുടെയും മെക്കിട്ട് കയറരുത്. ഒരു രാജ്യത്തെയും ഭരണാധികാരികളെ രാത്രിയുടെ മറവിൽ പിടിച്ചുകൊണ്ടുവന്ന് ജയിലിലാക്കാൻ നിൽക്കരുത്. ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത്. സാധാരണക്കാരെ ഇനി കയ്യേറ്റം ചെയ്യരുത്. അതുപോലെ തന്നെ അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മറ്റൊരു രാജ്യത്ത് അത്തരത്തിലുള്ള ഇടപെടൽ നടത്തരുത്. അത്തരത്തിലൊരു കരാറായിരിക്കും രൂപപ്പെടാൻ പോകുന്നത്. ആ കരാറിൽ അമേരിക്കയും ഇസ്രായേലും ഒപ്പുവെക്കേണ്ടി വരും. അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പാകിസ്ഥാനിലേക്ക് പുറപ്പെടുന്നു എന്ന വാർത്ത നമ്മളൊക്കെ കണ്ടതാണ്. അമേരിക്കയിൽ നിന്ന് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ചയ്ക്ക് പാകിസ്ഥാനിലേക്ക് വരും, വേണമെങ്കിൽ ട്രംപും വരും എന്നൊക്കെയുള്ള വാർത്തയും പ്രചരിച്ചിരുന്നു. പിന്നീട് ട്രംപുമായി ബന്ധപ്പെട്ട് വന്ന പ്രതികരണങ്ങൾ മാത്രമാണ് വാർത്തയായത്. അതായത് തൽക്കാലം JD വാൻസിനെ അയക്കുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞു. അതിനു മുന്നേ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞിരുന്നു, ഞങ്ങൾ അമേരിക്കൻ പ്രതിനിധികളുമായുള്ള ചർച്ചയ്ക്കല്ല പോകുന്നത്, സുഹൃത്ത് രാജ്യമായിട്ടുള്ള പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കാണ് പോകുന്നത് എന്ന് അബ്ബാസ് അരാക്ചി പറഞ്ഞിരുന്നു. എന്തായാലും അമേരിക്കൻ സംഘത്തെ അയച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ട്രംപ് ഇനി JD വാൻസിനെ അയക്കുന്നില്ല എന്ന് പറഞ്ഞു. അതേസമയം JD വാൻസ് വരുന്നില്ല എന്ന് കരുതി ഇറാൻ യാത്ര മുടക്കിയില്ല. ഇറാൻ പാകിസ്ഥാനുമായി ചർച്ച നടത്തി, അതിനുശേഷം ഒമാനിലേക്ക് പോയി, അതിനുശേഷം ഇവിടെ മോസ്കോയിലേക്ക് പോയി. എന്തായാലും പാകിസ്ഥാനിൽ ഇറാൻ നടത്തിയ ചർച്ച എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അമേരിക്ക ഹോർമൂസിൽ കൊണ്ടുവന്നിട്ടുള്ള ഉപരോധത്തെ എങ്ങനെ മറികടക്കാം, പാകിസ്ഥാന്റെ സഹായം അതിനാവശ്യമാണ്, ആ സഹായം മേടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇറാൻ പോയത്. അതിൽ ഇറാൻ വിജയിക്കുകയും ചെയ്തു. ഒമാനുമായി ചർച്ച നടത്തിയതിനു ശേഷം റഷ്യയിലേക്ക് പോയി. റഷ്യയിൽ വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തി. വ്ളാഡിമിർ പുടിൻ ഇറാന് കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. അതായത് വേണ്ടി വന്നാൽ ഇനി യുദ്ധത്തിൽ ഇറാനോടൊപ്പം നിൽക്കും എന്ന ഒരു പ്രഖ്യാപനം വ്ളാഡിമിർ പുടിൻ നടത്തി. ഇറാൻ ഉയർത്തെഴുന്നേൽക്കും എന്നും പറഞ്ഞു. ചൈനയും ഇപ്പോൾ വളരെ കൃത്യമായി ഇറാന് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഹോർമൂസിൽ ഇറാൻ നടത്തുന്ന ഇടപെടലുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയം ചർച്ചയ്ക്കെത്തിയപ്പോഴും ഇറാനെ പ്രതിരോധിച്ചുകൊണ്ട്, ഇറാനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് റഷ്യയാണ്. എന്തായാലും ഇനി റഷ്യയും ചൈനയും ഇറാനും ചേർന്ന് ഉണ്ടാക്കുന്ന കരാറിൽ അമേരിക്കയും ഇസ്രായേലും ഒപ്പുവെക്കേണ്ടി വരും. ലോകം മാറുകയാണ്. അമേരിക്കയുടെ കയ്യിൽ നിന്നും അധികാരം, ലോകത്തിന്റെ അധികാരം അത് ചൈനയുടെയും റഷ്യയുടെയും ഇറാന്റെയും കൈകളിലേക്ക് എത്തുകയാണ്. ഒരു മാറ്റം അനിവാര്യമാണ്. അനിവാര്യമായ സമയത്ത് തന്നെ ആ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.